എടാ വേണക്കൂട്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എടാ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഉടായി പറക്ക് നീ. അയാളെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഡാളി അത് എങ്ങനെയെങ്കിലും കച്ചവടം അടിച്ച് പോയില്ലെങ്കിൽ നമ്മുടെ പോക്കറ്റൊക്കെ കാലിയാണേ. ആ ഉടായി പിന്നെ നിന്നെ പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ മച്ചാ. അയ്യോ അതിന്റെ സൃഷ്ടികർത്താവല്ലേ നീ. ആ അത് ചെയ്യണം, ചെയ്തേ പറ്റൂ കേട്ടോ. എന്തുടായിപ്പായാലും വേണ്ടിയില്ല, എന്നിട്ട് വിളിക്കണം എന്നെ. ആ എന്ത് ശരിയാക്കണ അച്ഛാ പറഞ്ഞോണ്ടിരിക്കണേ? എന്റെ കുഞ്ഞെ ഒരു പുതിയ വണ്ടി കച്ചവടത്തിന് വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാറാ. അത് മേടിക്കാൻ ഒരാൾ തയ്യാറുമാണ്. അയാൾ 4 ലക്ഷം രൂപ വില പറഞ്ഞു. ഈ വില പറഞ്ഞത് എങ്ങനെയോ വിൽക്കാൻ നിൽക്കുന്നവൻ അറിഞ്ഞു. അവൻ ഉടനെ പറയാണ് പഴയ വിലക്കൊന്നും ഞാൻ കൊടുക്കത്തില്ല, 4,45,000 രൂപ ഉണ്ടല്ലേ കൊടുക്കുള്ളൂ. ഞാൻ വേണുകൂട്ടനെ വിളിച്ച് പറയാറ് എന്തെങ്കിലും ഉടായി പറക്കി ഒന്ന് സോപ്പിട്ട് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യും. 4 രൂപയ്ക്ക് വിറ്റാ നമ്മുടെ പൈസ ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞാ സിമ്പിൾ അല്ലേ? അതിനെന്തേലും കേടോ തട്ടോ മുട്ടോ ചട്ടക്കിണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇത് മനുഷ്യരെ തട്ടം മുട്ട് ചട്ടം എന്നൊക്കെ പറയാനായിട്ട്. അല്ല എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ മുട്ട് ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാ നമ്മുടെ കച്ചവടം ജെനുവിൻ കച്ചവടമാണ്. അതിനകത്ത് ഈ ആവശ്യമില്ലാത്ത ഗിമിക്സ് ഒന്നും കാണിച്ച് കള്ളത്തരൊന്നും പറയുന്ന പരിപാടി നമുക്കില്ല. അച്ഛൻ എന്നിട്ട് അപവാദമൊക്കെ പറഞ്ഞോണ്ട് നടക്കണ്ടല്ലോ. അച്ഛൻ എന്തോ അപവാദം പറഞ്ഞു? അച്ഛമ്മേനെ പറ്റി ഞാൻ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒരു അപവാദം ആരെ കുറിച്ചും പറഞ്ഞിട്ടില്ല. എന്റെ അച്ഛനാണ് സത്യം, ഞാൻ അപവാദം പറഞ്ഞിട്ടില്ല. അച്ഛൻ തെറ്റൊന്നും ചെയ്തല്ലെങ്കിൽ അച്ഛൻ അമ്മാവനെ വിളിച്ച് ചോദിക്കേ. അതെങ്ങനെയാ മോളെ? അമ്മയല്ലേ ഇതിനിടയിൽ നിൽക്കുന്നത്. ഞാൻ ഇനി അമ്മാവനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മാവൻ അമ്മയെ കള്ളിയായിട്ട് കാണത്തില്ലേ? അതെങ്ങനെയാ അച്ഛാ? അമ്മാവൻ ആരോടും പറയരുതെന്ന് പറഞ്ഞ കാര്യം അമ്മായി അച്ഛനോട് പറഞ്ഞില്ലേ? അച്ഛമ്മ അച്ഛനോട് പറഞ്ഞില്ലേ? പിന്നെ അച്ഛന് ചോദിക്കണേനത് കുഴപ്പം? കുഴപ്പമൊന്നുമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. വിളിച്ചു ചോദിക്കാം. പിന്നെ ചോദിക്കണം. നമ്മളെന്തിനാ വെറുതെ കള്ളനായിട്ടിരിക്കേണ്ട കാര്യം എന്തോ അല്ലേ? ഇരിക്കേണ്ട കാര്യമില്ല. ഞാൻ വിളിക്കട്ടെ? പിന്നെ വിളിക്കണം. മിക്കവാറും അച്ഛന് അച്ഛമ്മയുടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ അച്ഛൻ്റെ നിരപരാധിത്വം തെളിയും. എടി നിന്റെ ഹോട്ടൽ തുടങ്ങാറായില്ലേ? 5 സ്റ്റാർ ഹോട്ടല്. ആ ഞാന്ന് പറഞ്ഞില്ലേ എൻ്റെ ചേട്ടൻ്റെ മോളുടെ കാര്യം. ആ അത്ര സ്മാർട്ടൊന്നുമല്ല. എന്നാ ശരി, നാളെ ഞാൻ ഇന്റർവ്യൂവിന് പറഞ്ഞു കൊടുത്തേ. ആ വിടാം, 10 മണിക്കാ. ഓ ഓ ശരി ഇടി എന്നാ. ഓക്കെ ശരി. സെറ്റായ സെറ്റ്. അപ്പൊ ചിന്തിനെ സ്മാർട്ട് അല്ലാന്ന് പറഞ്ഞത്? നീ എന്റെ അത്ര സ്മാർട്ട് അല്ലാന്ന് ഉദ്ദേശിച്ചേ? അതെന്തിനാ അങ്ങനെ പറയാൻ പോയത്? എന്റെ അത്ര സ്മാർട്ട് അല്ലല്ലോ. ഞാൻ അപ്പച്ചിനേക്കാൾ സ്മാർട്ട് ആണെന്നായിരുന്നു പറയേണ്ടത്. ഒരു കാര്യം ചെയ്യാം, ഓവർ സ്മാർട്ടാന്ന് വിളിച്ചു പറയാം. എന്റെ പൊന്നെ ഒന്നും പറയണ്ട, ഇനി അത്ര മതി. ആ അത് മതി. പിന്നെ അപ്പച്ചി എനിക്ക് എത്ര സാലറി ഉണ്ടാവും? ഒരു 50,000 ഒക്കെ ഉണ്ടാവോ? ചിലപ്പോ 1 ലക്ഷം ഉണ്ടാവും. പൊളിച്ച്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും അങ്ങനെ ചെയ്യേണ്ടി വരില്ലായിരിക്കും. കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല, വെറുതെ അവിടെ ഇവിടെ നോക്കി നടന്നാ മതിയാവും. ചക്കര എനിക്ക് അറിയായിരുന്നു എനിക്ക് സക്കടിപ്പിച്ച് തരുമോന്ന്. പിന്നല്ല. ഹലോ മക്കളെ, നീ എന്തിനാ ഏത് നേരം ഇവിടെ പുറകെ നടക്കുന്നേ? ചേച്ചി അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എന്റെ പിന്നാലെ നടക്കുന്നത്. ആ എനിക്ക് അപ്പച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടല്ലേ? അമ്മേനെ ഇഷ്ടമല്ലാണ്ട് പിന്നെ എനിക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടമാ. എന്നാ വാ നമുക്ക് ചെടി നനക്കാലോ. ഹലോ ഹലോ, എവിടെ പോണ്? അവിടക്ക് നീ എനിക്കൊരു പ്രത്യേകതര ഫേഷ്യൽ ഇട്ട് തരാന്ന് പറഞ്ഞില്ലേ? അത് ചെടി നനച്ചിട്ട് പോരെ? അല്ല എനിക്ക് ഇപ്പൊ ഇടണം. ഇപ്പൊ തന്നെ വേണല്ലേ? ആ ഉണ്ട്, വേണം. അമ്മ ഞാൻ ഫേഷ്യൽ ചെയ്തിട്ട് ചെടി നനയ്ക്കാം. എന്ത് ഫേഷ്യല്? അങ്ങനെ ഫേഷ്യൽ ഒന്നും ചെയ്യണ്ട. നിങ്ങടെ വന്നേ. അയ്യോ അയ്യോ അപ്പച്ചി പറയണ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. നിനക്ക് ചെടി വേണോ ഫേഷ്യൽ വേണോ? ഫേഷ്യൽ മതി. ഞാൻ പിന്നെ ചെടി നനയ്ക്കാം. അങ്ങനെ അവള് പറയുന്നത് കേട്ടിട്ട് നീ എനിക്ക് ചെടി നനച്ച് തരണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഇനി എന്റെ ചെടിയിൽ തൊട്ടു പോകാൻ പാടില്ല. കുഴപ്പമില്ല. അപ്പച്ചി നമുക്ക് ഫേഷ്യലൊക്കെ ചെയ്യാം. ആര്? നീയാ? പോടി അവിടുന്ന്. ജോലിന്ന് കിട്ടിക്കോട്ടെ, ഞാൻ തരുന്നുണ്ട് കാന്താരി ഫേഷ്യൽ.